പലരും പല ദിവസങ്ങളിലും കടന്നു വന്ന് ഓരോ ദിവസവും ആരെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നു ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. അത് ഞങ്ങളുടെ പ്രാർത്ഥനയും എല്ലാവരുടെയും പ്രാർത്ഥനകൾ കേട്ട് നമ്മുടെ നരേന്ദ്രമോദിജി സർക്കാരും പാർലമെന്റായ ലോക്സഭയും രാജ്യസഭയിലും ഇന്നലെ മിനിഞ്ഞാന്നും ഈ വളരെ പ്രധാനപ്പെട്ട വളരെ ഗൗരവമായ ഒരു ബില്ല് വഖഫ് അമെൻമെന്റ് ബിൽ പാസ്സായി ഇന്ന് മുതൽ അത് ലോ ആകുന്നു. അപ്പോൾ ആദ്യം എനിക്ക് പറയാനുള്ളത് ഈ സമര കമ്മിറ്റി സമരത്തിൽ ഇരിക്കുന്ന ജനങ്ങൾ മുനമ്പത്തിന്റെ എല്ലാ ജനങ്ങൾക്ക് എൻ്റെ BJPന്റെ അടുത്തും NDAന്റെയും അഭിനന്ദനങ്ങൾ, കൺഗ്രാറ്റുലേഷൻസ്. ഇത് നമ്മുടെ കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഒരു വലിയൊരു പ്രധാനപ്പെട്ട ഒരു നിമിഷവും ദിവസവുമാണ്. എന്തുകൊണ്ട്? ഈ ചെറിയ മുനമ്പം ഗ്രാമം ഇവിടുത്തെ ജനങ്ങളെ കൈവിട്ട് എലക്ടഡ് റെപ്രസെന്റേറ്റീവ്സ് എല്ലാം വിട്ട് ഒരു മുനമ്പം ഗ്രാമത്തിന്റെ സമരത്തിന്റെ ഒരു ഇമ്പാക്റ്റ് ഡൽഹിയിലെത്തി നമ്മുടെ പ്രധാനമന്ത്രി നമ്മുടെ 2 രാജ്യസഭയും പാർലമെന്റിലും ഒരു ബില്ല് പാസ്സാക്കാനുള്ള ശക്തി, ഒരു സ്ട്രെങ്ത് ഈ സമരത്തിന് ഉണ്ടായിരുന്നു എന്ന് പീസ്ഫുള്ളി ഒരു വയലൻസും ഇല്ലാണ്ട്. ഇതാണ് നമ്മുടെ ഡെമോക്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഗൗരവമായ ഒരു ഫീച്ചർ. അതുകൊണ്ട് എനിക്ക് വളരെ അഭിമാനമുണ്ട്. ഇതിന് ഞങ്ങൾക്കെല്ലാം സംഘർഷിക്കാനും അധ്വാനിക്കാനും ഒരു അവസരം കിട്ടി. നിങ്ങളുടെ ഭാവി, താങ്കളെല്ലാവരും ഭാവിക്ക് ഒരു നല്ലൊരു ഭാവി, നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാക്കാൻ ഞങ്ങൾക്കൊരു അവസരം കിട്ടി. BJP നരേന്ദ്രമോദിജി 2014 മുതൽ ഇന്ന് വരെ പറയുന്നത് എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കാനാണ് ജനങ്ങൾ ഒരു മാൻഡേറ്റ് തന്നിരിക്കുന്നത്. അത് ഞങ്ങൾ നന്നായി വിശ്വസിക്കുന്ന ആൾക്കാരാണ്. പിതാവ് പറഞ്ഞ മാതിരി ഇത് ഞങ്ങൾ ഇനിയും കൂടെ ഉണ്ടാവും. ഇത് റവന്യൂ അവകാശം കിട്ടണ വരെ ഞങ്ങൾ ഇതിൻ്റെ കൂടെ ഉണ്ടാവും. അത് ഉണ്ടാക്കി തരും. പറഞ്ഞ മാതിരി നരേന്ദ്രമോദിജി വാഗ്ദാനം കൊടുത്താൽ വാക്ക് പാലിക്കുന്ന ഒരു ലീഡറാണ്. അദ്ദേഹത്തിന് ഞങ്ങൾ പഠിച്ചിരിക്കുന്നത്. ഞങ്ങൾ വാഗ്ദാനം തരുമ്പോൾ പറഞ്ഞത് ചെയ്യുന്ന ഒരു പാർട്ടിയാണ്, പ്രവർത്തകരാണ്. ഇനിയും ഞങ്ങൾ ചെയ്യും, കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞ് വാക്ക് ചുരുക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം, നന്ദി. ബെന്നി ജോസഫ്, സെബാസ്റ്റ്യൻ പാലക്കൽ, അതുകൊണ്ടാണ് ഇവരെ ക്ഷണിക്കുന്നത്. വികാരിച്ചൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ചെയർമാനാ, അങ്ങനെ മാറ്റി നിർത്താൻ പറ്റുന്ന ആണല്ലത്. നമുക്ക് അദ്ദേഹത്തിന് വരവേൽക്കാം. നന്ദി. യഥാർത്ഥ SNDP യോഗത്തിന്റെ നേതൃത്വത്തിൽ അതുപോലെ BDJSന്റെ നേതൃത്വത്തിൽ ഞങ്ങളിവിടെ വലിയ ഒരു മനുഷ്യച്ചങ്ങല നമ്മളന്ന് സംഘടിപ്പിക്കുകയുണ്ടായി. അന്ന് ഞാനിവിടുത്തെ അച്ഛനോടും മറ്റുള്ള സംഘാടകരോടെല്ലാം പറഞ്ഞത് തീർച്ചയായും കേന്ദ്രത്തിൽ ഈ വിവരത്തെക്കുറിച്ച് സംസാരിക്കുമെന്നുള്ള വിവരം ഞാൻ പറയുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ രാജീവ്ജിയോട് ഞാൻ ഈ വിവരം വളരെ വിശദമായി തന്നെ, കാരണം ഇതിൽ വളരെ ഇടപെടേണ്ട ഒരു വിഷയമാണെന്നും ഇതിന്റെ പ്രാധാന്യം പറഞ്ഞപ്പോൾ തന്നെ അത് ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ വളരെ വ്യക്തമായി പഠിക്കുകയും ഇതിനെക്കുറിച്ച് ഉണ്ടാകാൻ വേണ്ടി പോകുന്ന നാളുകളിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് വരെ അദ്ദേഹം വളരെ സ്റ്റഡീഡായിട്ട് തന്നെയാണ് ഈ വിഷയത്തെക്കുറിച്ച് നഡ്ഡാജിയുടെ അടുത്താണെങ്കിലും അമിത് ഭായിയുടെ അടുത്താണെങ്കിലും പ്രൈം മിനിസ്റ്ററുടെ അടുത്തും ഒക്കെ ഇത് അവതരിപ്പിക്കുകയും അത് വളരെ ഭംഗിയായി നമുക്ക് വളരെ ഗുണകരമായി തന്നെ ഇന്ന് പാർലമെന്റിൽ നിർമ്മാണം നടത്തിയിരിക്കുകയാണ്. ഇവിടെയുള്ള മുഴുവൻ സഹോദരങ്ങൾക്കും അവരുടെ എല്ലാ റവന്യൂ അവകാശങ്ങളും വാങ്ങിക്കൊടുക്കുന്നവരെ ഞങ്ങൾ എല്ലാവരും നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് ഒരിക്കൽ കൂടെ ഉറപ്പ് നൽകിക്കൊണ്ട് എൻ്റെ എളിയ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം.